ഇന്ന് നമ്മൾ പോകുന്നത് ഡാർജിലിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതൊരു ആരാധനാലയം കൂടിയാണ്. പീസ് പഗോഡ. പീസ് പഗോഡ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലോകത്ത് പല സ്ഥലത്തും ബുദ്ധമത വിശ്വാസികൾ, സമാധാനാകാംക്ഷികളായ ബുദ്ധമത വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനയും ആ ഒരു സമാധാനം, ലോകമെമ്പാടും സമാധാനം പരക്കട്ടെ എന്ന ആ ഒരു ആശയം മുൻനിർത്തി സ്ഥാപിച്ചിട്ടുള്ള അമ്പലങ്ങളാണ്, ബുദ്ധമത വിശ്വാസികളുടെ പ്രാർത്ഥനാലയങ്ങളാണ് പീസ് പഗോഡ. അങ്ങനെയുള്ള ഒരു പീസ് പഗോഡയാണ് നമ്മുടെ ഈ ഡാർജിലിങ്ങിലും ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടത്തേക്കുള്ള വഴിയാണിത്. നമുക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ, ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ നമ്മൾ നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹോട്ടലിൽ നിന്നും ഒരു ഡാർജിലിങ്ങിൻ്റെ മെയിൻ സെൻറ്ററിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അത്യാവശ്യം നല്ല കയറ്റമൊക്കെ ആയിട്ടുള്ള വഴികളാണ്. അപ്പോൾ ചെറിയ മഴ തോളുന്നുണ്ട്. എന്തായാലും മഴയൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ വഴി നീളെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് ടാക്സികൾ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പക്ഷേ ഇവിടുന്ന് ഈ ഡാർജിലിങ്ങിൽ നിന്ന് നമുക്ക് എവിടെ പോകണമെങ്കിലും ടൂറിസ്റ്റ് ടാക്സികൾക്ക് മിനിമം ഒരു 1000 രൂപയാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്തൊന്നും പോകാൻ ശരിക്കും നമുക്ക് ടാക്സികളുടെ ആവശ്യമില്ല. നമുക്ക് നടന്നു പോകാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ നടന്നു പോകാം. കാരണം ഈ ഡാർജിലിംഗ് മെയിൻ സെൻറ്ററിൽ നിന്ന് അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്ത് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടാക്സിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അധികം തിരക്കൊന്നുമില്ലാത്ത വഴികളാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു പീസ് പഗോഡ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പബ്ലിക്കിൻ്റെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഒന്നും ഇതുവഴി അങ്ങനെ പോകാറില്ല. ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഡാർജിലിങ്ങിലെ തന്നെ ജലപകർ ഹിൽ എന്ന് പറഞ്ഞ ആ ഒരു മലയുടെ താഴ്വാരത്താണ് ഈ ഒരു പീസ് പഗോഡ സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുള്ള സമാധാനത്തിൻ്റെ മാതൃകയായി സ്ഥിതി ചെയ്യുന്നതാണ് പീസ് പഗോഡ എന്ന് പറയുന്നു. വലിയൊരു കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു പീസ് പഗോഡ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു പീസായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ നല്ലൊരു റിഫ്രഷ് ആകും. നല്ല ശുദ്ധവായുവും നല്ല ആ ഒരു കാടിൻ്റെ ആ ഒരു വന്യതയൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ രണ്ട് സൈഡിലും റോഡിൻ്റെ ഇരുഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അധികം വെളിച്ചമൊന്നും കടന്നു വരുന്നില്ല. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, പക്ഷേ നല്ല കോടമഞ്ഞുമുണ്ട്. മൊത്തത്തിൽ വളരെ ഒരു എന്താ പറയുക, പ്രത്യേക ഒരു നമുക്കൊരു ഉന്മേഷം തരുന്ന ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വനഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ പീസ് പഗോഡ കാണാൻ വേണ്ടി പോകാം. ഓഖ എന്ന് പറഞ്ഞ ഒരു ബുദ്ധസന്യാസിയാണ് ഈ ഒരു പീസ് പഗോഡ നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 3 വർഷത്തോളം എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് പഗോഡ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. 1972 ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്, ശിലാസ്ഥാപനമൊക്കെ നടത്തിയെന്ന് പറയുന്നു. ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് 1992 നവംബറിലാണെന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 28.5 മീറ്ററാണ് ഈ പഗോഡയുടെ ഉയരം പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 23 മീറ്ററാണ്. അപ്പോൾ ഉയരം വ്യാസം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് അവിടെ എത്തിയാൽ മനസ്സിലാകുക പീസ് പഗോഡ എന്ന് പറഞ്ഞ ആ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഹൈറ്റും ഡയമീറ്ററൊക്കെ പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുകയുള്ളൂ. സാധാരണ നമ്മൾ ഈ ജപ്പാനിലൊക്കെ ഒരുപാട് പീസ് പഗോഡകളുണ്ട്. മെയിനായിട്ട് ഈ ഒരു ബുദ്ധസന്യാസിയായിട്ടുള്ള നിപ്പോൺ സാൻ മ്യോഹോജ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പഗോഡകളൊക്കെ സാധാരണ നിർമ്മിക്കാൻ നേതൃത്വം നൽകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി തന്നെയാണ്, ആ ഒരു ബുദ്ധസന്യാസി തന്നെയാണ് നമ്മുടെ ഈ ഡാർജിലിങ്ങിലുള്ള പീസ് പഗോഡയും നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇതൊക്കെ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. നമുക്കെന്തായാലും ഈ ഒരു പ്ലേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു ഫോറസ്റ്റും കാണുന്ന പോലെ തന്നെ 2 സൈഡിലും വലിയ മരങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഒറ്റക്കൊക്കെ പോയാൽ നല്ല പേടിയാകുന്നൊരു അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നടന്ന് ഏകദേശം പീസ് പഗോഡയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ വണ്ടി വരുന്നതാണ് ശരിക്കും. ഇവിടെ പാർക്കിങ്ങും സൗകര്യമൊക്കെ ഉണ്ട് ചെറിയൊരു. അപ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടത്തേക്ക് ഡയറക്റ്റ് വരാവുന്നതാണ്, അല്ലെങ്കിൽ നടന്നിട്ട് വരാം. അപ്പം നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ ഒരു പ്രാർത്ഥനയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് അവരുടെ ആ ഒരു ടെമ്പിൾ, അവരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണത്. പീസ് പഗോഡ എന്ന് പറയുന്നത് അതല്ല. അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ട്
അവരുടെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ വരുന്ന ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട് സമയം. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, പക്ഷേ അതിനൊന്നും വകവെക്കാതെ തന്നെ ആൾക്കാർ ഇങ്ങനെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം, ഇവിടെ എന്താണ് പരിപാടി എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാം. ഇവിടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4:30 മുതൽ 7 മണി വരെയാണ് ഇവിടുത്തെ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ. ഇതിൻ്റെ മുകൾ നിലയിൽ നിന്നാണ് പ്രാർത്ഥന കേൾക്കുന്നത്. ഇതിപ്പോൾ താഴത്തെ നിലയാണ്. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. നല്ല മരത്തിൻ്റെ ആ ഒരു സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വുഡനായിട്ടുള്ള ആ ഒരു ഫ്ലോറും ഒക്കെ വുഡനാണ്. ഇപ്പോൾ ഒരു പ്രത്യേക ആ ഒരു ഫീല് നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുകളിലോട്ട് കയറി നോക്കാം. ഒരു പ്രത്യേക മന്ത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അല്പനേരം പ്രാർത്ഥിച്ചിട്ട് പോകാൻ അവരിങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മളെല്ലാവരെയും. ഇപ്പം നമ്മളെയും കണ്ടപാട് അവരങ്ങോട്ട് അകത്തേക്ക് നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരാൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും അതിന് ആ ഒരു അവരുടെ ഒരു ബാൻഡ് പോലെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേരെന്താണെന്നറിയില്ല. നമുക്ക് ആ കോലുകൊണ്ട് അവരുടെ ആ ഒരു അതേ ട്യൂണിൽ കൊട്ടിയിട്ട് ആ ഒരു പ്രാർത്ഥന ജപിക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ക്യാമറയൊന്നും അലൗഡ് അല്ല. അപ്പോൾ എന്തായാലും ഞാൻ അധികം ഇവിടുത്തെ കാണിക്കുന്നില്ല കാര്യങ്ങൾ. ഇത് അവരുടെ പ്രാർത്ഥനാലയമാണ്. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ ഞാനവിടെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിനി പീസ് പഗോഡ ഒന്ന് കാണാൻ വേണ്ടി പോകാം. അപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങ് ദൂരെ നമ്മളിപ്പോൾ കാണുന്നതാണ് പീസ് പഗോഡ. ആ ഒരു കോടമഞ്ഞ് കാരണം നമുക്ക് അത്ര വിസിബിൾ അല്ല. എന്തായാലും നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന ഒരു കൂടാരമാണ്, ഒരു കൺസ്ട്രക്ഷനാണ് പീസ് പഗോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹൈറ്റും ഡയമീറ്ററും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. 28.5 മീറ്റർ, അതായത് 94, ഏകദേശം 94 അടിയോളം ഉയരമുണ്ട് ഇതിന്. 23 മീറ്ററാണ് ഇതിൻ്റെ ആ ഒരു വ്യാസം എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ മുകളിൽ തന്നെ ആ ഒരു ബുദ്ധൻ്റെ ആ ഒരു പടമൊക്കെ ഉണ്ട്. അവർ ആ ഒരു പ്രതിമ കൊത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിലോട്ട് കയറി പോകാം. നല്ല മാർബിൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു പീസ് പഗോഡ. ഏകദേശം നമ്മളൊരു താജ്മഹലിൻ്റെയൊക്കെ ഒരു പില്ലറിൻ്റെയൊക്കെ ടൈപ്പ് ഒരു കൺസ്ട്രക്ഷനാണ്. ചെരുപ്പുകളൊക്കെ ഇവിടെ അഴിച്ചു വെച്ചിട്ട് നമുക്ക് കയറണം. സ്റ്റെപ്പിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പാണ് ശരിക്കും. ചെരുപ്പ് അഴിച്ചു വെച്ച് നമുക്ക് കാല് നിലത്ത് വെത്താൻ പറ്റാത്ത ആ ഒരു വിധത്തിലുള്ള തണുപ്പുണ്ട്. ആ മഴയും കോടമഞ്ഞും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പീസ് പഗോഡ. അപ്പോൾ ഡാർജിലിംഗിലേക്ക് വരുന്നവർക്ക് എന്തായാലും കാണേണ്ട ഒരു മറ്റൊരു സ്ഥലം കൂടിയാണ് ഈ പീസ് പഗോഡ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പീസ് പഗോഡയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഇവിടെ നിന്ന് നമുക്കിനി പുറത്തോട്ടുള്ള കാഴ്ചകൾ കൂടി കാണാം. ഇവിടെയാണ് ആ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അത് സ്വർണ്ണത്തിൽ നിർമ്മിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് ചുറ്റും നമുക്കൊന്ന് നടന്നു നോക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഭാഗം മുഴുവൻ കാണാം, പക്ഷേ നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പീസ് പഗോഡയുടെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്കും കൂടി പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.